Hey guys, good morning. So welcome back to our YouTube channel. So ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ഐറ്റമാണ്. ഞാൻ ഇതുവരെ 4 വർഷത്തെ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായാലും ബ്രൈഡൽ ഷൂട്ട് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. സോ ഞാൻ ബ്രൈഡൽ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ടൈം എൻ്റെ ആദ്യത്തെ പ്രാവശ്യമാണ് ബ്രൈഡൽ ഷൂട്ടിൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ തൻ്റെ സാരിയൊക്കെ റെഡി ആയിട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ മേക്കപ്പ് ഉണ്ട്. മേക്കപ്പ് മാൻ കുറച്ച് അപ്പുറത്തോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് TVM എത്തിയത്. സോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതാണ്ട് ഇപ്പം നമ്മൾ 6 മണിയായി. സോ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ അടുത്ത് വെച്ചിട്ട് തന്നെയാണ് ഷൂട്ട്. സോ പിന്നെ ഒരു കാര്യം കൂടിയിട്ട്, ഞാനിപ്പോൾ ഈ ഒരുങ്ങുന്ന ഇത് വെച്ചിട്ട് നിങ്ങളാരും എൻ്റെ കല്യാണത്തിൻ്റെ ഇത് വെച്ചിട്ട് റിവ്യൂ ചെയ്യരുത്. സോ ആ രണ്ടാണ്. അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഹായ് പറഞ്ഞോളൂ. ചിലപ്പോൾ ആൾക്കാർ പറയാൻ പറ്റത്തില്ല, ഇത് വെച്ചിട്ടായിരിക്കും എല്ലാവരും ജഡ്ജ് ചെയ്യുന്നത്. അതുകൊണ്ട് ഷൂട്ട് പോയപ്പോൾ എന്ത് രസമായിട്ടാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. കല്യാണത്തിന് എന്തോ കാണിച്ചു വെച്ചേക്കുവാന്ന് പറയും. നമ്മളങ്ങനെയല്ലേ മൊത്തം കണ്ടുവരുന്നത്. ഈ പറയുന്ന ഭൂരിഭാഗം ആൾക്കാരും നമുക്കൊന്നും തോന്നുമല്ലോ അങ്ങനെ, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം. ഒരു KSRTC പിന്നെ ഒരു 12 ഓപ്പോസിറ്റ് നീര് ഉറങ്ങുന്നുണ്ട്. ഉറങ്ങുന്നുണ്ട്. അപ്പം എൻ്റെ ഉറക്കം പോയി. ഇല്ല വലിയ ബോഡിയൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ആളുകൾ അങ്ങനെ ഒന്നും എടുക്കണമെന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഈ സമയം കല്യാണം അങ്ങോട്ട് ഉറപ്പിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ, ഞാൻ ഒരുക്കി കഴിഞ്ഞ ഇങ്ങനെ ആയിരിക്കല്ലേ. അയ്യോ കൊള്ളാല്ലേ. ഇതിന് ഹെയർ ഓപ്പണാ നല്ലേ തോന്നുന്നത്. എങ്ങോട്ട് നോക്കി കല്യാണപ്പെണ്ണേ കൊള്ളാം. ഇത് കൊള്ളാം. നമ്മളത്ര 1 മണിക്കൂർ 1 മണിക്കൂറിന്റെ കണിത പ്രയത്നമാണ്. നമ്മൾ കണ്ട ഒരുങ്ങിയൊക്കെ കഴിഞ്ഞതാണ്. ഷൂട്ടിംഗ് സെറ്റിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറത്തെ കഷ്ടപ്പാടാണിത്. പക്ഷെ 1 മണിക്കൂർ എന്താ പറയൂല കേട്ടോ. സോ യെസ്, നമ്മൾ അങ്ങനെ ഇതുണ്ട് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ,
അല്ല അതിൽ സ്റ്റെപ്പ് കിട്ടും നമ്മുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ വേണ്ടി ഓർണമെന്റ്സ് ഒക്കെ ഊരി വെക്കാന്ന് വെച്ചു ഹോട്ടലിലേക്ക് കയറുമ്പോൾ. സോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഞാൻ ഇനി നേരെ തിരിച്ച് ആലപ്പുഴയിലോട്ട് പോവുകയാണ്. അങ്ങനെ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു വിത്ത് മേക്ക് ഓവർ ബൈ മാളു ആൻഡ് സിദ്ധു. നല്ല 2 പേരായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2 പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ലാസ്റ്റ് വരെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.